ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെഡ് വെൽവെറ്റ് കേക്കാണ്. ക്രീം ചീസൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഫ്രോസ്റ്റിംഗ് ആണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് പാല്, അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഡ്രൈ ആയ ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് ഫ്ലോറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര പൊടിച്ച് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പരുവാകുമ്പോൾ നമുക്കതിലേക്ക് 1/4 കപ്പ് ഓയിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബട്ടർ മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി വിസ്ക് ഉപയോഗിച്ച് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് 2 തുള്ളി റെഡ് കളർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതോട് കൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 ഇഞ്ചിൻ്റെ 2 ട്രേയിലാണ് ഞാൻ ഒഴിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കേക്കിന് നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ല അടിപൊളി സ്പോഞ്ച് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ചീസ് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ചേർത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫില്ലിങ്ങിനായിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ക്രീം ചീസ് ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഓരോ കേക്കും 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ബോർഡിൽ ആദ്യം ക്രീം കുറച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മീതെ ഈ ക്രീം ചീസ് ആഡ് ചെയ്തത് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മീതെ വൈറ്റ് ചോക്ലേറ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി അത് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ബോർഡൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം.
1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ടും സ്പാച്ചില വെച്ച് തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.